ഞാൻ മാത്യു കുര്യൻ. കുര്യൻ എൻ്റെ ഫാദറിൻ്റെ പേരാണ്. മദറിൻ്റെ പേര് ഏലമ്മ കുര്യൻ. ഞങ്ങൾ 5 സഹോദരന്മാരാണ്, സഹോദരന്മാർ. ഞാൻ ഏറ്റവും മൂത്തത്. തൊട്ട് താഴെ 2 സഹോദരിമാരും പിന്നെ 2 സഹോദരന്മാരും. കേൾക്കുമ്പോൾ ഒരു സാധാരണ തുടക്കം. തൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവണമെന്ന് കരുതിയതിന് നാട്ടുകാർ സമ്മാനിച്ചത് പുച്ഛവും പരിഹാസവും നിറഞ്ഞ വാക്കുകൾ മാത്രം. ഇതൊന്നും ചെവിക്കൊള്ളാതെയുള്ള ഈ സാധാരണക്കാരൻ്റെ ജീവിതകഥ ആരെയും ഒന്ന് അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. ഇത് മാത്യു കുര്യൻ്റെ കഥ. ഒരു 3-4 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ സ്കൂളിൽ അടുത്തുള്ള UP സ്കൂളിൽ ചേർന്നു. അത് കഴിഞ്ഞ് ശകലം ദൂരെയുള്ള ഒരു മിഡിൽ സ്കൂളിൽ ചേർന്നു. ഒരു 8ാം ക്ലാസ് പാസ്സായപ്പോൾ എനിക്ക് തമിഴ്നാട്ടിൽ തിരുപ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കാനായിട്ട് അവസരം കിട്ടി. അത് സലീഷൻ സഭയുടെ അംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. അവിടെ ഞാൻ എൻ്റെ ഹൈസ്കൂൾ പാസ്സായി, ഇൻ്റർമീഡിയറ്റ് പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഭയിൽ ഒരംഗമാകുന്നതിന് ഏർക്കോട്, അത് ശബരി ഹിൽസിലെ ഏർക്കോട് എന്ന സ്ഥലത്തേക്ക് നോവിഷ്യറ്റിന് പോയി. 1 വർഷത്തെ നോവിഷ്യറ്റിന് ശേഷം വ്രതവാഗ്ദാനം നടത്തി കോട്ടഗിരി, നീൽഗിരീസിലെ കോട്ടഗിരി എന്ന സ്ഥലത്തേക്ക് ഫിലോസഫി പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോൺ ബോസ്കോ ഹൈസ്കൂൾ മത്തുങ്ക ബോംബെയിൽ 1 വർഷം പഠിപ്പിച്ചു. തിരിച്ച് ഞാൻ 1959 ഞാൻ നേരത്തെ പഠിച്ചിരുന്ന വിദ്യാലയത്തിൻ്റെ അടുത്തുള്ള കോളേജിൽ എൻ്റെ ഡിഗ്രിക്ക് പഠിച്ചു. പഠനപർവം പൂർത്തിയാക്കുന്നതിന് മുമ്പ് വൈദിക വേഷം അണിയേണ്ടി വന്നു. പിന്നീട് റോമിൽ 5 വർഷം വരെ നീണ്ടുനിന്ന ഉപരിപഠനം. ഡിഗ്രി പഠിച്ച ശേഷം മദ്രാസിലെ സെൻറ്റ് ബീഡ്സ് ഹൈസ്കൂൾ സാന്തോം, അവിടെ 1 വർഷം സ്കൂളിൽ പഠിപ്പിച്ചു. പിന്നെ ഞാൻ തിയോളജി പഠിക്കാനായിട്ട് ഷില്ലോങ്ങിലേക്ക് പോയി. ആ സമയത്തായിരുന്നു ചൈനീസ് അഗ്രഷൻ നടന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ സൗത്തിലേക്ക് വരികയും കോട്ടഗിരി എന്ന സ്ഥലത്ത് വീണ്ടും തിയോളജി തുടർന്ന് പഠിക്കുകയും ചെയ്തു. 1966 എനിക്ക് സഭയിൽ നിന്ന് വൈദിക പട്ടം കിട്ടിയ ശേഷം ഞാൻ ഒരു 4-5 വർഷം റോമിൽ തിയോളജി ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്ക് എനിക്ക് ഒരാവശ്യം പോലെ തോന്നി, എനിക്ക് എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനാകണമെന്ന്. അപ്പം ഞാൻ മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടി അനുവാദം എനിക്ക് കിട്ടുകയും ചെയ്തു. കൂടി ഞാൻ സാധാരണ സഭയിലെ ഒരു അംഗമായിട്ട്, അതായത് കത്തോലിക്ക സഭയുടെ സാധാരണ അംഗത്തിൻ്റെ നിലയിലേക്ക് വന്നു. അപ്പം ഞാൻ 1978 വീട്ടിൽ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ എൻ്റെ പഴയ ഡിഗ്രി വെച്ചുകൊണ്ട് എന്തെങ്കിലും ട്യൂഷനോ മറ്റോ പഠിക്കാം. അപ്പോഴേക്കും പ്രായമൊക്കെ ഉണ്ട്, ട്യൂഷൻ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ തിരുവനന്തപുരത്ത് വന്നു. ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ കേരളത്തിൽ തിരിച്ചെത്തി. അല്പം സ്വതന്ത്ര ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെ ആവാം മാത്യു കുര്യൻ വിവാഹത്തിന് മുതിർന്നില്ല. തൻ്റെ വീട്ടുകാർക്കൊപ്പം താമസിക്കുവാനും തയ്യാറായില്ല. പകരം തിരുവനന്തപുരത്തെ ഒരു ലോഡ്ജ് മുറിയിൽ താമസിക്കുകയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഞാൻ 1983 തിരുവനന്തപുരത്തെത്തി.
ഒരു 2 വർഷം ഞാൻ ഈ 4-ാമത്തെ തന്നെ അടുത്തുള്ള ഒരു സ്ഥലത്ത് എനിക്ക് ലോഡ്ജിൽ താമസിക്കാനായിട്ട് അവസരം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ലോഡ്ജിൽ വന്നു. അന്ന് ഇതിവിടെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. ഇതുപോലെ വേറെ റേഷൻ കടയോ തടിക്കടയോ ഒന്നുമില്ല. ഇത് ഫുൾ ലോഡ്ജാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം തൻ്റെ ലോഡ്ജ് മുറിയിൽ കയറി വന്ന ഒരു തെരുവ് നായയാണ് ഈ കഥയിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾക്ക് തുടക്കമിടുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ താഴെ നിൽക്കുമ്പോഴേക്ക് കിണറ്റിന് സമീപം നിൽക്കുമ്പോഴേക്ക് ഒരു പട്ടി കയറി വന്നു. ഇവിടെ തള്ളപ്പട്ടി, തീരെ ശോഷിച്ച് എല്ലും തോലും മാത്രം എന്ന് പറയാം. അതുപോലെ എനിക്ക് ഇതേപ്പറ്റിയൊന്നും ഞാൻ വിചാരിക്കുന്നത് എല്ലാ മൃഗങ്ങളും ഇവിടെയും എല്ലാം വളർത്തു മൃഗങ്ങളാണ്. അവരിവിടെ കയറി വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ ഞാനതിനെ ഓടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തിരിച്ച് വീണ്ടും ഗ്രൗണ്ടിലേക്ക് വന്നു. ഞാൻ വീണ്ടും ഓടിച്ചു. പിന്നെയും അത് തിരിച്ചു വന്ന് ഈ മതിലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ അത് കാര്യം കളഞ്ഞു. അടുത്ത ദിവസം ഞാൻ താഴെ വീണ്ടും വെള്ളം എടുക്കാനായിട്ട് പോയപ്പോൾ ഈ ചേമ്പുകൾ ഇവിടെയുണ്ട്. ഈ ചേമ്പുകൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക, ഇലകൾ അനങ്ങും. ഞാൻ ചെന്ന് നോക്കിയപ്പോഴേക്കും ഈ പട്ടിയാണ്, കുഞ്ഞുങ്ങളുമായിട്ടാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നോക്കിയോണം ഈ തള്ളപ്പട്ടി അതിൻ്റെ എത്രമാത്രം അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നു. ഞാൻ ഇത്രമാത്രം ഓടിച്ചു വിട്ട് എന്നിട്ട് അത് തിരിച്ചു വരുന്നു. മാത്രമല്ല അതിങ്ങനെ എല്ലും തോലുമായിട്ടും അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതെനിക്ക് വലിയ ഉൾക്കാഴ്ചയാണ്. ഇത് ദൈവം സൃഷ്ടിക്കുമ്പോൾ ഈ സൃഷ്ടികൾക്ക് അവരുടേതായ രീതിയിൽ അവരുടെ ചുമതല നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായ ചില വാസനകളുണ്ട്. അവർ ആ വാസനകൾ പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളോടുള്ള പ്രതിബദ്ധത ആണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഈ ജീവികളെ സഹായിക്കണമെന്ന് എനിക്കൊരു ഉൾക്കാഴ്ചയുണ്ടായി. മുറിയിൽ കയറി വന്ന ഒരു തെരുവ് നായയിൽ ഒതുക്കാനായില്ല മാത്യുവിൻ്റെ സ്നേഹം. കണ്ടാൽ ആരും തിരിഞ്ഞു നോക്കാത്ത, അറപ്പും വെറുപ്പും തോന്നുന്ന 25ഓളം തെരുവ് നായ്ക്കൾക്ക് തൻ്റെ മുറിയിൽ അഭയം കൊടുത്തു ഈ 68കാരൻ. അപ്പോൾ ഞാൻ ഉടനെ ചെന്ന് ഒരു 2-3 ദോശ വാങ്ങിച്ചു. ദോശയും സാമ്പാറും വാങ്ങിച്ചു കൊടുത്തു. നമ്മൾ കാണേണ്ടിയിരുന്നു അത് ആ ദോശയും സാമ്പാറും തിന്ന് ആർത്തി. ഉടനെ ഞാൻ ചെന്ന് 2-3 എണ്ണം കൊണ്ട് വാങ്ങിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ദോശ കൊടുത്തിട്ട് ആ കഴിച്ചില്ല, മതിയായി. അത് പിന്നെയും ദോശ കൊടുക്കുമ്പോൾ വൈകുന്നേരം ആയപ്പോൾ ദോശ കൊടുത്തിട്ട് അത്രയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ദോശ ഒന്നും വേണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വല്ല പൊറോട്ടയോ എന്തെങ്കിലും വാങ്ങിക്കും. അതാ ഞാൻ വിചാരിച്ചു പൊറോട്ട ആയും പിന്നെ ഒരു ബീഫ് കറിയും കൂടെ വാങ്ങിച്ചതിന് കൊടുക്കും. അപ്പോൾ അത് തിന്നു. ഇങ്ങനെ പിറ്റേ ദിവസവും ഞാൻ കൊടുത്തു. അപ്പോഴേക്കും എനിക്ക് ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ, അപ്പോൾ അത് വലിയ കോസ്റ്റ്ലി ആകുന്നല്ലോ എന്ന് കണ്ടപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു, ഞാൻ റോ മീറ്റ് വാങ്ങിക്കാം, എന്നിട്ട് ഞാനത് കുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു.
റോ മീറ്റ് വാങ്ങിച്ച് ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ജോലിക്കാർ എന്നോട് ചോദിച്ചു, ഇപ്പോൾ സാറ് സ്വയം കാര്യം ഈ ആഹാരമൊക്കെ തയ്യാറാക്കുവാണ്. ഇല്ല, ഞാൻ പറഞ്ഞു ഇതേ എൻ്റെ ഇവിടെ ഒരു മൃഗമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അയ്യോ സാർ എന്തിനാ ഇത് നല്ല ഇറച്ചി അതിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത്, ഇവിടെ വേസ്റ്റ് മീറ്റ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് തന്നെ. ഓ അത് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് അങ്ങനെയാണെങ്കിൽ തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേസ്റ്റ് മീറ്റ് വാങ്ങിച്ച് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹോം ട്യൂഷൻ എടുത്തു കിട്ടുന്ന തുച്ഛമായ വരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം തൻ്റെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ഈ തെരുവ് നായ്ക്കളെ പോറ്റുന്നത്. നായ്ക്കൾക്ക് നൽകുന്ന ഭക്ഷണ രീതികൾക്കുമുണ്ട് ഒരു മാത്യു ടച്ച്. പ്രത്യേകം ഇലകളിലായിരിക്കും ഭക്ഷണം വിളമ്പുക. ഇനി ഭക്ഷണമായി നൽകുന്ന വിഭവം എന്താണെന്ന് കേട്ടാലോ, അതിലും അതിശയം, നല്ല ഒന്നാം തരം ബിരിയാണി. അപ്പോഴേക്കും വേറെ ഞാൻ ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് കയറി വരുമ്പോൾ രാത്രി ഒരു കരച്ചിൽ ഒരു ഓടയ്ക്കകത്ത്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു ജീവി, അത് പൂച്ചയാണോ പട്ടിയാണോ എനിക്ക് അറിഞ്ഞില്ല, ഏതായാലും ഓടയിൽ വീടതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അതിനെ എടുത്ത് കരയിലെടുത്ത് വെക്കാൻ നോക്കിയപ്പോഴേക്ക് അത് തീരെ ചെറുതാണ്, ഇങ്ങനെ ഞൊണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതൊരു പട്ടിയാണ്, പട്ടിക്കുഞ്ഞാണ്, ഞൊണ്ടിയാണ് ഇരിക്കുന്നത്. അതിനപ്പോൾ ഞാൻ ശാല ആഹാരം കൊടുത്ത് അത് അത്രയ്ക്കൊന്നും കഴിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഒന്നും ചിന്തിക്കാതെ ഞാനെടുത്ത് എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. റൂമിൽ വരുന്നു, അത് കുറേ വർഷങ്ങളുണ്ടായിരുന്നു റൂമിൽ. അപ്പോൾ അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇതിന് തുടക്കം ചെയ്തത്. പിന്നെ ഞാൻ അപ്പോഴേക്കും എൻ്റെ ശ്രദ്ധ ഈ റോഡ് സൈഡിൽ എത്താൻ തുടങ്ങി. ഞാൻ പലയിടത്തും പട്ടിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് കിടക്കുകയും കണ്ണൊക്കെ അടഞ്ഞ്, ചിലതൊക്കെ കണ്ണ് തുറക്കാത്തത്, ചിലത് കണ്ണ് തുറക്കാവുന്നതാണെങ്കിലും ആഹാരമൊന്നും കിട്ടാതെ ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അത് എനിക്ക് സാധാരണ തോന്നി. ഞാൻ അവരെ കൊണ്ടുവന്ന് എൻ്റെ റൂമിൽ വയ്ക്കാൻ തുടങ്ങി. തൻ്റെ നായ്ക്കൾക്ക് കൊടുത്ത ബിരിയാണിയുടെ പങ്ക് പൊതിയിലാക്കി വൈകുന്നേരങ്ങളിൽ ഒന്ന് നടക്കാനിറങ്ങും മാത്യു. വ്യായാമത്തിനായുള്ള വെറുമൊരു ഈവനിംഗ് വോക്കല്ല അത്. തൻ്റെ വരവും കാത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിനായി പരിസരത്തുള്ള ഓരോ കവലകളിലും മാത്യുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും സ്നേഹവും നന്ദിയുമുള്ള ആ മൃഗം കാത്തുനിൽപ്പുണ്ടാകും. വയ്ക്കാൻ തുടങ്ങിയപ്പോൾ നാച്ചുറലി ഇതിൻ്റെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 1-2 എണ്ണത്തിനൊക്കെ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നു, പിന്നെ ലോഡ്ജിൻ്റെ ഓണറിൻ്റെ അനുവാദം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പം പിന്നെ ഇവിടെ ഉള്ള ആളുകൾക്ക് തന്നെ ബുദ്ധിമുട്ടാക്കുകയൊക്കെ വരികയാണ്. എന്നാലും അവർ സഹകരിക്കുകയോ ചെയ്തെന്ന് പറഞ്ഞാൽ അവരത്രയും മൈൻഡ് ചെയ്യാതെയൊക്കെ എല്ലാം കൊണ്ടുപോയി. പിന്നെ അവസാനം അത് ഞങ്ങൾ കാരണമൊന്നുമല്ല, ഇവിടെ വേറെ കാരണങ്ങളാൽ ഈ ലോഡ്ജിലെ മുറികളൊക്കെ കുറേയൊക്കെ വെക്കേറ്റ് ചെയ്തിരുന്നു.
അവസാനം ഞാൻ മാത്രമാണ് ഈ റൂമിൽ ഇങ്ങനെ അവസാനം ഈ റൂമിൽ ഈ ലോഡ്ജിൽ താമസിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞപ്പം റോഡിന് വീതി കൂട്ടുന്നതുകൊണ്ട് അപ്പോഴത്തെ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്തതുകൊണ്ട് ഇങ്ങോട്ട് റേഷൻ കടയും തടിക്കടയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പം ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. തികച്ചും അവിശ്വസനീയമാണ് ഈ ഒറ്റമുറിക്കുള്ളിലെ മാത്യുവിൻ്റെ താമസം. വെളിച്ചം പോലുമില്ലാതെ പൊളിഞ്ഞുകിടക്കുന്ന ഈ ഒറ്റമുറിക്കുള്ളിൽ ഭീതിയുണർത്തുന്ന രാവും പകലും ഈ തെരുവ് നായ്ക്കൾക്കൊപ്പം. പുറം ലോകം ഞെട്ടലോടും ഭീതിയോടും കൂടി കാണുന്ന ഈ കാഴ്ച മാത്യുവിന് എന്നത്തെയും പോലെയും വെറും ഒരു രാത്രിയും ഒരു പകലും മാത്രം. അപ്പോൾ ഇനി എനിക്ക് എന്താണ് പ്രശ്നം? ഞാൻ ഒന്നാമതായിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരമെല്ലാം കണ്ടെത്തുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള പൈസ സ്വരൂപിക്കുന്നത് എൻ്റെ ട്യൂഷൻ വഴിയാണ്. അപ്പോൾ അതൊന്ന്. രണ്ടാമതായിട്ട് എനിക്ക് തന്നെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അപ്പോൾ എൻ്റെ ഈ മാനസികാവസ്ഥകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ അങ്ങനെയാണല്ലോ, അതിനു വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു നടപടിയെടുത്തത് സഭയിൽ നിന്ന്. അപ്പോൾ എനിക്ക് സാധ്യമാണ്, എനിക്ക് വേണമെങ്കിൽ സഭയിലേക്ക് തിരിച്ചു പോകാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ എനിക്ക് തടസ്സമായിട്ട് വരുന്നത് ഈ മൃഗങ്ങളാണ്. തെരുവ് നായ്ക്കളെ കൊണ്ട് ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ഉപദ്രവങ്ങളോ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ള ഉപദ്രവം വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ മനുഷ്യനിൽ നിന്നു മാത്രം. എനിക്ക് ഒരു 2-3 പ്രാവശ്യം ആക്സിഡൻറ്റ്സ് ഉണ്ടായി. അപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ എനിക്ക് അത് കാലിന് ഫ്രാക്ചർ ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴേക്ക് അത് ശരിക്കും പ്രയാസമായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അത് എല്ലാം തരണം ചെയ്ത് അവരെ ഒരിക്കലും ഞാൻ ഒരു ദിവസം ഇങ്ങനെ പട്ടിണി ഇട്ടിട്ടില്ല. അതങ്ങനെ. പിന്നെ ഈ പൈസയുടെ കാര്യത്തിലും എങ്ങനെയെങ്കിലും ഒക്കെ എനിക്ക് ആവശ്യമുള്ള ആ പൈസ ഇല്ലാതിരിക്കുന്ന ഘട്ടങ്ങളിൽ പോലും എങ്ങനെയെങ്കിലും പൈസ എൻ്റെ കയ്യിൽ വരും, ആവശ്യത്തിന് മാത്രം വരും. പക്ഷെ എപ്പോഴും എനിക്ക് ഈ പ്രശ്നമുണ്ട്. പിന്നെ എങ്ങനെയാണ്? പക്ഷേ സുവിശേഷത്തിലുണ്ട്, നാളത്തെ കാര്യം നാളെ, ഇന്നത്തെ കാര്യം മാത്രം അതേപ്പറ്റി നിങ്ങൾ ചിന്തിച്ചാൽ മതിയെന്ന്. അത് ശരിയാണ്. അത് അങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആളുകൾക്ക് അറിയണം അപ്പോൾ എങ്ങനെയാണ് അത് ഇവിടെയുള്ള എൻ്റെ ഈ മുറിയിലുള്ള ഈ ജീവിതം എന്ന്. അത് ഒരു സിംഗിൾ കാണുന്നത് പോലെ ചെറിയ മുറിയല്ലേ, അതിൽ അത്രയും മൃഗങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു 15 മുതൽ ചിലപ്പോൾ ഒരു 25, 28 വരെയൊക്കെ വരും. കാരണം ചിലപ്പോൾ കൊണ്ടുവന്നതിൽ ചിലതൊക്കെ ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ അതിന് മറിച്ച് അങ്ങനെ ബാക്കിയുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു 15 മുതൽ 25 വരെ ഉള്ള മൃഗങ്ങൾ എൻ്റെ റൂമിൽ കിടക്കും. അത്രയും മൃഗങ്ങൾ റൂമിൽ കിടക്കുന്നു. അത് എനിക്കൊരു കട്ടിലുണ്ട്, ഞാൻ കട്ടിലേലും കിടക്കും. എനിക്ക് പ്രയാസമൊന്നുമില്ല. എനിക്ക് ഒറ്റ പ്രയാസമുള്ളൂ, ഇവർക്ക് വേണ്ട പോലെ ആഹാരം കൊടുക്കുക എന്നുള്ള, വെളിയിലുള്ളവർക്ക് ആഹാരം കൊടുക്കാനുള്ള പ്രയാസം മാത്രം.
സഭയിലേക്ക് തിരികെ പോകണമെന്നുണ്ട് മാത്യുവിന്. തൻ്റെ ആഗ്രഹത്തിന് തടസ്സമാകുന്നത് ഈ മൃഗങ്ങൾ തന്നെയാണ്. ഇവർക്കുള്ള സാമ്പത്തികമായിട്ട് ഒരു സുരക്ഷിതത്വം വേണം. മാത്രമല്ല അവർക്ക് കിടക്കുന്നതിനും അവർക്ക് ജീവിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു സുരക്ഷിതമായ സ്ഥലം, അത് എനിക്ക് തോന്നുന്നു സമൂഹത്തിൻ്റെ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു സഹായമാണ് എനിക്ക് ആവശ്യം. പിന്നെ ബാക്കിയുള്ളത് എങ്ങനെയൊക്കെ നടക്കും. അതെല്ലാം അങ്ങനെ ഭംഗിയായി തീരുമ്പോൾ ഞാൻ സഭയിലേക്ക് അപേക്ഷ കൊടുക്കുമോ എന്തെങ്കിലും ചെയ്ത്. അധികമാരും മാത്യുവിൻ്റെ വീട്ടിൽ പോകാറില്ല. കാരണം ഈ തെരുവ് നായ്ക്കൾ തന്നെ. കണ്ടാൽ വൃത്തിഹീനമായ അന്തരീക്ഷം. ആരും മൂക്കുപൊത്തി പോകും മാത്യുവിൻ്റെ മുറിക്കുള്ളിൽ കയറിയാൽ. മൂക്കുപൊത്തുന്നവർ ഒന്നോർക്കുക, ഈ സഹനങ്ങൾക്കു പിന്നിൽ ദയയുടെ വലിയ ഒരു അംശമുണ്ട്. സാധാരണക്കാർ കാണാതെ പോകുന്ന വലിയ ഒരു അംശം. എനിക്ക് സഭയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഉള്ള ആഗ്രഹമുണ്ട്. അതിന് താൽക്കാലികമായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് എൻ്റെ മൃഗങ്ങൾ തന്നെയാണ്. എന്നാലും അവരോടുള്ള പ്രതിബദ്ധത പാലിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഇത് മാത്യു കുര്യൻ എന്ന എൻ്റെ കഥ.